ഹലോ നമസ്കാരം. പത്തനംതിട്ട സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ അനാമികയുടെയും അനിയുടെയും ഡിവോഴ്സ് കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നല്ല ഭംഗിയായിട്ട് ഡിവോഴ്സൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട് നമ്മുടെ നവീൻ. അങ്ങനെ എല്ലാവർക്കും സന്തോഷമാകാണ്. അനിയും നന്ദുവും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. നവീനെ തെറ്റിദ്ധരിച്ചല്ലോ എന്നൊക്കെ ആലോചിച്ച് അവർക്ക് വിഷമവും തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് കാര്യങ്ങളൊക്കെ മാറി മറിയുന്നത്. നാഗേന്ദ്രയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാൻ ആദർശവും നയനയും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും നാഗേന്ദ്രയെ അനന്തപുരിയിൽ നിന്ന് പുറത്താക്കിയത് എന്നുള്ള വിവരം. യഥാർത്ഥത്തിൽ ജലജ ഒരു ചെറിയ ഘടകമാണെങ്കിലും ജലജ മാത്രമല്ല കാര്യമെന്ന് മനസ്സിലായി അവർക്ക്. ഇതിൻ്റെ പിന്നിൽ വലിയൊരു കഥയൊക്കെ ഉണ്ടെന്ന് ആദർശനും നയനയ്ക്കും തോന്നിയെങ്കിലും മുത്തശ്ശനും മുത്തശ്ശിയൊന്നും അത് തുറന്നു പറയാനായിട്ട് സമ്മതിക്കുന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ജലജയുടെ യഥാർത്ഥ സ്വഭാവവും യഥാർത്ഥ മുഖവും പുറത്തു വരുന്നത് കേട്ടോ. ജലജയാണെങ്കിൽ അങ്ങ് കംപ്ലീറ്റ് മാറുകയാണ്. ആൾ തന്നെ ഇനിയുള്ള എപ്പിസോഡിൽ അങ്ങ് മാറുകയാണ്. ആൾ മാത്രമല്ല, ക്യാരക്ടറും കുറച്ചുകൂടി വില്ലത്തിയാകുകയാണ് കേട്ടോ. അങ്ങനെ ജലജ കുറച്ച തീരുമാനം എടുക്കുകയാണ് നമ്മുടെ ആദർശിനെയും നയനെയും ഒക്കെ ഇല്ലായ്മ ചെയ്യാനായിട്ട്. അവരാണ് തനിക്ക് ഒരു പ്രതിബിംബമായിട്ട് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ജലജ അവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മുത്തശ്ശൻ ജലജ പറയുന്നത് കേട്ട് കഴിയുമ്പോൾ മുത്തശ്ശൻ്റെ നേരെ ഉറഞ്ഞു തുള്ളുന്ന ജലജയോട് അടക്കി നിർത്തുകയാണ് മുത്തശ്ശൻ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ. അതുപോലെ നമ്മുടെ ചാനൽ 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആകാറൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ അത് ഒട്ടനെ തന്നെയാകും. അത് നമുക്ക് നല്ല സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മൾ പത്തനംതിട്ട സീരിയലിൻ്റെ റിവ്യൂ ആണ് ഇതുവരെയൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. ഒരുപാട് പേരിട്ട് മാറ്റിയെങ്കിലും നമ്മളത് തന്നെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ട സീരിയലിനെ ഒരുപാട് വിമർശിക്കുന്നവരുണ്ട്, കഥയില്ല എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അത് കാണാൻ ആഗ്രഹിക്കുന്നവർ, അതിൻ്റെ കഥയുടെ ട്വിസ്റ്റുകൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും നമ്മൾ ഈ കഥകൾ ഇടുന്നത് കേട്ടോ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ കോടതിയിൽ വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുകയാണ് കേട്ടോ. അനാമികയും വേണുവും ഒക്കെ നല്ല കോൺഫിഡൻ്റ് ആയിട്ടാണ് വരുന്നത്. അവരുടെ വക്കീൽ ജോർജും, കാരണം പുള്ളി നല്ല വാക്സാമർത്ഥ്യമൊക്കെ ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് ജയിക്കുമെന്നും എന്തായാലും അനന്തപുരിക്കാരിൽ നിന്ന് ഇവർക്ക് നഷ്ടപരിഹാരം കിട്ടുമെന്നൊക്കെ ഉള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് അവരിയ്ക്കുന്നത്. ആ സമയത്താണല്ലോ നമ്മുടെ സ്റ്റെഫിൻ്റെ കാര്യം എടുത്തിടുന്നത് നവീൻ പറയുന്നുണ്ട്, അനന്തപുരിയിലെ അനിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല അനാമിക അവിടെ കയറി കൂടിയത്. സ്റ്റെഫിൻ ആണ് അനാമികയുടെ ഇപ്പോഴത്തെ കാമുകൻ എന്ന് പറയുകയാണ്. ഇപ്പോഴത്തെ അല്ല, നേരത്തെയും സ്റ്റെഫിനുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നവീൻ വിളിച്ച് പറയുക. അത് കേൾക്കുമ്പോഴേക്കും ഞെട്ടിപ്പോകുന്നുണ്ട് വേണുവും രേവതിയും. നല്ലൊരു പിടുത്തമാണല്ലോ പിടിച്ചിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അനാമിക പറയുക, ഒരിക്കലുമല്ല, നേരത്തെ എനിക്ക് സ്റ്റെഫിനോട് ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അനിയെ വിവാഹം കഴിച്ച് അനിയുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എനിക്ക് എന്നോട് ഒരു താല്പര്യവും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ സ്റ്റെഫിനുമായിട്ട് താല്പര്യമുള്ളത് എന്ന് പറയുകയാണ്. അപ്പോൾ ആ വക്കീലും പറയുന്നുണ്ട് കേട്ടോ, കോടതി ഇത് കേൾക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കക്ഷിയെക്കുറിച്ച് ഇങ്ങനെ മോശമായ കാര്യം പറയരുത്. അനിയെ ഇഷ്ടപ്പെട്ട് തന്നെയാണ് അനാമിക വിവാഹം കഴിച്ചത്. അനാമികയെ ഇഷ്ടപ്പെട്ട അനിയും വിവാഹം കഴിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ആലോചനയിലൂടെ ഈ വിവാഹം നടന്നപ്പോൾ സ്റ്റെഫിൻ അവിടെ യാതൊരു പങ്കുമില്ല. ഇപ്പോഴും എൻ്റെ കക്ഷി പറയുന്നത് എനിക്ക് താല്പര്യമാണെങ്കിൽ ഡിവോഴ്സ് വേണ്ട എന്നുള്ള കാര്യമാണ്. എനിക്ക് താല്പര്യമില്ല അനാമികയോട്, അതുകൊണ്ടാണ് ഈ ഡിവോഴ്സിന് വേണ്ടിയിട്ട് എൻ്റെ കക്ഷി തയ്യാറാകുന്നത്. അപ്പോഴേക്കും ഒരു കോമ്പൻസേഷൻ ചോദിക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ എനിക്കിപ്പോഴും അനാമികയെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ അനാമിക അതിന് റെഡിയാണ് എന്ന് വാദിക്കുക. അപ്പോഴേക്കും ഉടനെ തന്നെ അനാമികയും പറയുന്നുണ്ട് ശരിയാണ്. അന്നേരം അനാമികയുടെ വക്കീൽ തന്നെ പറയാണ്, അതുകൊണ്ടല്ലേ അനന്തപുരിയിലെ മരുമകളായിട്ട് കുറേ കാലം ജീവിച്ചല്ലേ കുട്ടി. ആഡംബരമായിട്ട് വിവാഹമൊക്കെ നടത്തി എല്ലാം ജീവിച്ചതാണ് ഇവർ. അതിൻ്റെ പേരിൽ ഇവർക്ക് കുറേ കടമൊക്കെ വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ മരുമകളായിട്ടിരുന്ന ഈ അനാമികയ്ക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. 2-3 കോടി രൂപ കൊടുത്താലും ഒരു നഷ്ടവും അനന്തപുരിക്കാർക്കില്ല. കാരണം അതുപോലെ പണം ഉള്ളവരാണല്ലോ ഇവർ. എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. അതേസമയം നവീൻ പറയുന്നുണ്ട്, നഷ്ടപരിഹാരം ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അനാമിക അനിയെ ചതിക്കുകയായിരുന്നു ചെയ്തത്. പണത്തിന് വേണ്ടി മാത്രം ആയിട്ടാണ് അനാമിക അനന്തപുരിയിൽ കയറി കൂടിയത്. അതിനുശേഷം നിഷ്കരുണം അനന്യയെ തള്ളുക എന്നത് തന്നെയായിരുന്നു ലക്ഷ്യം. അതിൽ അനാമിക വിജയിക്കുകയും ചെയ്തു എന്നൊക്കെ നവീൻ അങ്ങ് വിളിച്ച് പറയുക. അപ്പോൾ ഇത് കേൾക്കുമ്പോഴേക്കും ഉടനെ തന്നെ
അനാമികയുടെ വക്കീൽ എതിർത്ത് സംസാരിക്കുക. അപ്പോഴേക്കും ഉടനെ നവീൻ പറയുന്നുണ്ട്, ഇല്ല, അങ്ങനെയാണെങ്കിൽ ആ സ്റ്റെഫിനും അനാമികയും തമ്മിലുള്ള ജീവിതത്തിന്, അവർ തമ്മിലുള്ള ആ ബന്ധത്തിന് ജീവിച്ചിരിക്കുന്ന തെളിവുകളൊക്കെ ഉണ്ട്, ആ തെളിവൊക്കെ ഞാൻ ഹാജരാക്കാമെന്ന് പറയാൻ. അപ്പോൾ കോടതി പറയുന്നുണ്ട്, ശരി, ഹാജരാക്കുക, എന്ത് തെളിവുള്ള ജീവിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും സ്റ്റെഫിനെ തന്നെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്റ്റെഫിൻ അവിടെ വരുവാണ്. അതിപ്പോൾ ഒരു തെളിവ് വരാനായിട്ടില്ല. സ്റ്റെഫിൻ നേരിട്ട് വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എതിർക്കാൻ അനാമികയ്ക്കും ആവില്ല. അങ്ങനെ ഒരു തെളിവാണല്ലോ. അങ്ങനെ സ്റ്റെഫിൻ തന്നെ വന്ന് കയറുകയാണ്. അപ്പോഴേക്കും ഞെട്ടിപ്പോവുക വേണുവും രേവതിയും അനാമികയും ഒക്കെ ഞെട്ടിപ്പോവാണ്. ദൈവമേ, ഇത് സ്റ്റെഫിൻ തന്നെ വന്നല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അവർ ഞെട്ടി വിറച്ചു പോവാണ്. അപ്പോഴേക്കും നവീൻ പറയുന്നുണ്ട്, സ്റ്റെഫിന് പറയാനുള്ള കാര്യങ്ങൾ സ്റ്റെഫിന് പറയാം എന്ന് പറയാം. അപ്പോൾ സ്റ്റെഫിൻ പറയുകയാണ്, ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്ക് പറയാനുള്ളത്, അനാമിക എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഇവിടെ വക്കീൽ വാദിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ അനാമിക അനിയെ വഞ്ചിക്കുകയായിരുന്നു ചെയ്തത്. അനിയെ മാത്രമല്ല എന്നെയും വഞ്ചിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ അനാമിക അന്തം വിട്ട് നിൽക്കുക. സ്റ്റെഫിനെ താൻ എന്താ വഞ്ചിച്ചത്? ഇപ്പോഴും ഈ പണം കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റെഫിനുമായിട്ട് അയർലൻഡിലേക്കോ കാനഡയിലേക്കോ ഒക്കെ പോകാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അനാമിക. അങ്ങനെയുള്ളപ്പോൾ താൻ വഞ്ചിച്ചിട്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ സ്റ്റെഫിൻ പറയുന്നുണ്ട്, പലപ്പോഴും എനിക്കും അറിയായിരുന്നു ഇവൾ എന്നെയും ചതിക്കുമെന്ന്. കാരണം എന്നോട് പല ദിവസവും പറഞ്ഞിട്ടുണ്ട് അനിയെ ഒഴിവാക്കിയിട്ട് അവിടെ നിന്നുള്ള കോമ്പൻസേഷൻ വാങ്ങിച്ച് സുഖമായിട്ട് ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവളുടെ ലക്ഷ്യം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനും ആ സമയത്ത് അവൾക്ക് കൂട്ട് നിന്നിട്ടുണ്ട്. കാരണം ആ പണം കിട്ടുവാണെങ്കിൽ എനിക്കും കാനഡയ്ക്ക് പോകാനും രക്ഷപ്പെടാനും ഒക്കെ പറ്റുമല്ലോ എന്ന് വിശ്വസിച്ച് ഇവൾ എന്നെ വിശ്വസിപ്പിക്കുകയും ചെയ്തു എന്ന് പറയണം. അപ്പോൾ കോടതി ചോദിക്കുന്നുണ്ട്, അതൊരു ചതിയല്ലേ, ആ ചതിക്കല്ലേ നിങ്ങളും കൂട്ടുനിന്നതെന്ന് ചോദിക്കുക. അപ്പോൾ സ്റ്റെഫിൻ പറയാൻ, അത് ചതിയാണെന്ന് എനിക്കറിയാം, പക്ഷേ ഞാനും അനാമികയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ആ സമയത്താണ് ഇവൾ അനിയെ പ്രേമിച്ച് കെട്ടിയത്. ആ സമയം ഞാൻ ഒരുപാട് എതിർത്തെങ്കിലും ഇവൾ അത് സമ്മതിച്ചു തന്നില്ല. ഇവൾ പറഞ്ഞത് അനിയെ ഞാൻ ശരിക്കും വഞ്ചിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അവരുടെ അനന്തപുരിയിലെ സ്വത്തും പണവും ഒക്കെ കണ്ടിട്ടാണ് ഞാൻ അതിനെ വിവാഹം കഴിക്കുന്നത്. അവിടുത്തെ അളവറ്റ സ്വത്തുക്കൾ കൈക്കലാക്കാനും കുറേ സ്വർണ്ണമൊക്കെ അടിച്ചു മാറ്റാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ അവനെ വിവാഹം കഴിക്കുന്നത്. അതിനൊക്കെ ശേഷം അവനെ ഞാൻ ഉപേക്ഷിക്കുമെന്ന് നമുക്കൊന്നിച്ചൊരു ജീവിതം ഉണ്ടാവുമെന്നും എനിക്ക് ഉറപ്പ് തന്നു. പലപ്പോഴും നീ വിവാഹിതയല്ലേ, അനിയുടെ കൂടെ ഒരുമിച്ച് ജീവിക്കല്ലേ എന്ന് ചോദിക്കുമ്പം അങ്ങനെ ഒരു ജീവിതം ഇതുവരെ ഉണ്ടായിട്ടില്ല ഞങ്ങൾ തമ്മിൽ. പേരിനൊരു വിവാഹം കഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അനിയുടെ മനസ്സിൽ ഞാനില്ല, അനിയുടെ മനസ്സിൽ നന്ദു മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അനിയുമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ അവൾക്ക് താല്പര്യമില്ലെന്നും എൻ്റെ ഒപ്പം വരാമെന്നും പറഞ്ഞു. അങ്ങനെ കുറേ കാലം ഞാൻ കാത്തിരുന്നു. അപ്പോൾ ഇവൾ വാക്ക് തന്നു, അനന്തപുരിയിൽ നിന്ന് പണം അടിച്ചു മാറ്റി എൻ്റെ ഒപ്പം അയർലൻഡിൽ പോകാനുള്ള പണം തരാമെന്ന്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ വിചാരിച്ചിരുന്നു പല സമയത്തും, അനിയെ ഇങ്ങനെ ചതിക്കുന്നവൾ ഒരു ദിവസം എന്നെയും ചതിക്കുമല്ലോ എന്ന്. അത് അറിഞ്ഞു കണ്ട് തന്നെയാണ് ഞാൻ നിന്നത്. പക്ഷേ എനിക്ക് കാനഡയിലേക്ക് പോകാനുള്ള സംഭവങ്ങളെല്ലാം ഇവൾ പറഞ്ഞതനുസരിച്ച് ഞാൻ റെഡിയാക്കിയിരുന്നു. പക്ഷേ ആ സമയത്ത് ഇവൾ പണം തന്നില്ല. അതുപോലെ തന്നെ ഇവളും മയക്കുമരുന്നിന് അടിമയായിരുന്നു എന്നുള്ള കാര്യം എന്നിൽ നിന്നും മറച്ചു വെച്ചു. പഠിക്കുന്ന സമയത്ത് ഇവൾ മയക്കുമരുന്നിന് അടിമയായിട്ട് ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു എന്നും ഭ്രാന്തിന് മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നും ഒക്കെ ഉള്ള വിവരങ്ങളൊക്കെ കോടതിയിൽ അനിയുമായിട്ടുള്ള ഡിവോഴ്സ് കേസ് നടക്കുമ്പോഴാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെ ഒരുത്തിയാണ് ഇവളെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇവളുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കില്ലായിരുന്നു എന്നൊക്കെ അങ്ങോട്ട് സ്റ്റെഫിൻ പറയാണ്. അപ്പോഴേക്കും കോടതി അനാമികയോട് ചോദിക്കുകയാണ്, സ്റ്റെഫിനെ നിനക്ക് അറിയാമെന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട് അറിയാം. ആരാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ വിവാഹം കഴിക്കാനിരുന്ന ആളാണെന്ന് പറയാണ്. അപ്പോൾ അതിനു മുമ്പ് നീ വേറെ ആളെ വിവാഹം കഴിക്കാനിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതും സത്യമാണ്. ആ മയക്കുമരുന്ന് കേസുകളൊക്കെ വെളിയിൽ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെഫിൻ പറയുന്നുണ്ട്, ഇനി ഇവളെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല, ഇവളെ എന്നെ ചതിക്കുകയായിരുന്നു. അതുമല്ല, ഇവളെ ഇനി പണത്തിൻ്റെ പേരിൽ പോലും ഞാൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അനിയോട് ചെയ്തതുപോലെ തന്നെ ഒരു ചതി ഇവളെന്നോടും ചെയ്യും, അതെനിക്ക് ഉറപ്പാണ്. ഇവളുടെ അച്ഛൻ വേണുവും ഒക്കെ തനി ഫ്രോഡുകളാണ് എന്ന് പറയാണ്. വേണുവിൻ്റെ പേരിലും പല കേസുകളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അനന്തപുരിയിലുള്ളവരുടെ അടുത്ത് ആൾമാറാട്ടം നടത്തിയാണ് ഇവർ വിവാഹം നടത്തിയത് എന്നുള്ള കാര്യമൊക്കെ പറയാം. അതൊക്കെ പറയുമ്പോഴേക്കും തീർന്നു. കോടതി തീരുമാനിക്കുകയാണ് ഇത് ശരിയാവില്ല. അപ്പം അനാമികയുടെ വക്കീൽ വീണ്ടും വാദിക്കുമ്പം വേണ്ടാന്ന് പറയുക. അപ്പോൾ അനാമികയും വേണുവും ഒക്കെ തീർന്ന് ഇനി ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളൊരു മട്ടിയിരിക്കുമ്പം ജഡ്ജി തന്നെ പറയണം, ഇല്ല, ഇതിൽ കോമ്പൻസേഷൻ ഒന്നും കിട്ടാനായിട്ട് പോകുന്നില്ല. മാത്രമല്ല അനിക്ക് ഇതിൻ്റെ പേരിൽ, ഈ കേസ് നടത്തിയതിൻ്റെ പേരിലുണ്ടായ നഷ്ടപരിഹാര തുക അങ്ങോട്ട് കൊടുക്കണം. കാരണം മാത്രവുമല്ല, ഇങ്ങനെ ഒരു തെറ്റ് ചെയ്ത് അവിടെ വിവാഹം കഴിച്ചതിന് നിങ്ങളെ ശിക്ഷിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് പറയുകയാണ്. അപ്പോൾ ആകെ പേടിച്ച് വിറച്ച് അവരാകെ ഇരിക്കുക. അങ്ങനെ
ഡിവോഴ്സ് ഉടനെ തന്നെ കൊടുക്കണം എന്ന് പറയുമ്പോഴത്തേക്കും കോടതിയോട് കേണപേക്ഷിക്കുന്നുണ്ട് വക്കീൽ. ഇതൊരു പെൺകുട്ടിയല്ലേ, ആ പെൺകുട്ടിക്കും ജീവിക്കണ്ടേ എന്ന് ചോദിക്കുക സമൂഹത്തിൻ്റെ മുൻപിൽ. അപ്പം ജഡ്ജി പറയുന്നുണ്ട്, പിന്നെ പെൺകുട്ടികൾക്ക് നീതി കിട്ടണം, പക്ഷേ ആ പെൺകുട്ടിയിൽ ഒരു ശകലമെങ്കിലും ശരിയുണ്ടായിരിക്കണം. ഒരു തുള്ളി പോലും ശരിയില്ലാത്ത ഇവൾക്ക് എങ്ങനെ നീതി കിട്ടാനാ? നീതി കിട്ടേണ്ട കാര്യമില്ല. അതുപോലുള്ള തെറ്റാ ചെയ്തത്, പലരെയും ഇവർ ചതിക്കുകയായിരുന്നു എന്നുള്ള കാര്യം പറയുകയും എനിക്ക് നിരുപാധികം ഡിവോഴ്സ് അനുവദിക്കുകയും ചെയ്യാണ്. കോമ്പൻസേഷനൊന്നും കൊടുക്കേണ്ടതായിട്ട് വരുന്നുമില്ല. അങ്ങനെ കോടതിയിൽ നിന്ന് അവർ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. വേണുവും രേവതിയും അനാമികയും തോറ്റു തുന്നമ്പാടി വക്കീലുമായിട്ട് ഇറങ്ങുമ്പം ഭയങ്കര സന്തോഷമാവുകയാണ് നമ്മുടെ നന്ദുവിനും അനിക്കും കേട്ടോ. അനിക്ക് ഡിവോഴ്സ് കിട്ടി. നവീൻ നല്ല രീതിയിൽ തന്നെ വാദിച്ചു, നല്ല തെളിവുകളൊക്കെ നിരത്തി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്റ്റെഫിനെ വരെ കൊണ്ടുവന്ന് നിർത്തി കേസ് ജയിപ്പിച്ചു കൊടുത്തല്ലോ. അപ്പം നവീൻ ചതിക്കുമോ എന്നുള്ള ഒരു പേടിയായിരുന്നു അനിക്ക്. എന്തായാലും നവീനെ നന്ദുവിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യത്തിൽ ചതിക്കുമോ എന്നുള്ളത് ആ പേടിയൊക്കെ അങ്ങ് മാറി. ഭയങ്കര സന്തോഷമായിട്ട് നവീനോട് ചെന്ന് നന്ദി പറയുന്നുണ്ട്. നവീനെ, നീ എന്നെ ചതിക്കുമോ, നീ അവസാനം എന്നെ തള്ളി പറയുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു എന്ന് പറയാം. അപ്പം നവീൻ പറയുന്നുണ്ട്, ഞാനൊരു നിങ്ങളുടെ ഫ്രണ്ടല്ലേ, നിങ്ങളെ അങ്ങനെ ചതിക്കുമോ? നമ്മൾ 3 പേരും ഫ്രണ്ട്സ് അല്ലേ, നിങ്ങൾ അങ്ങനെ വേണ്ടാത്ത രീതിയിലൊന്നും ചിന്തിക്കണ്ട. എനിക്ക് ഇവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പം അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കണം, നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഇഷ്ടമാണ് എങ്കിൽ ഒന്നിക്കണം. പക്ഷേ എന്നിൽ നിന്ന് അത് മറച്ചു വെച്ചു എന്നുള്ളത് കൊണ്ട് ഒരു ചെറിയ പരിഭവം എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളെ ഒന്ന് വട്ട് കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ആ ഡയലോഗ് ഇറക്കിയതെന്ന് പറയാം. അപ്പോൾ അവർ 3 പേരും ഒന്നായി സെറ്റായി. അങ്ങനെയാകുമ്പോൾ ഇറങ്ങി വരും. അനി പറയുന്നുണ്ട്, എനിക്ക് വേറൊരാളെ കൂടി ഒന്ന് കാണണമെന്ന് പറയാണ്. അങ്ങനെ അനിയും നവീനും കൂടെ ഇറങ്ങി വന്ന് വേണുവിനെയും അനാമികയും അതുപോലെ അനാമികയുടെ വക്കീലിനെയും കണ്ട് സംസാരിക്കാം. അപ്പോൾ അവരാകെ നാണം കെട്ട് നാറി ഇറങ്ങി പോകുമ്പോഴേക്കുമാണ് അനി പറയുന്നത് അവിടെ നിന്നേ എന്ന് പറഞ്ഞ് വരിക. അപ്പം വേണുവും രേവതിയും അവിടെ നിൽക്കുമ്പോഴേക്കും അനാമികയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, അനി ഇപ്പം മനസ്സിലായോ നിനക്ക് നീതി നിയമമൊക്കെ ഉണ്ടെന്ന്? നീ എന്താ പറഞ്ഞത്? കോടികൾ കോമ്പൻസേഷൻ കിട്ടിയിട്ടേ ഡിവോഴ്സ് തരുവുള്ളൂ എന്ന്. ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുക. എടി, സത്യമേ എല്ലാ കാലത്തും ജയിക്കുകയുള്ളൂ. എത്രയൊക്കെ വളഞ്ഞ വഴി കൂടെ പോയാലും സത്യമേ ജയിക്കുകയുള്ളൂ. അതാ ഇപ്പം നീ കണ്ടത്. സ്റ്റെഫിൻ വന്നത് പറഞ്ഞത് നീ കേട്ടില്ലേ എന്ന് ചോദിക്കുക. ആകെ തകർന്ന് നിൽക്കുകയാണ് കേട്ടോ അനാമികയും അതുപോലെ വേണുമൊക്കെ. അപ്പം നവീൻ വക്കീലും വന്ന് അനാമികയുടെ വക്കീലിനോട് പറയുന്നുണ്ട്, അതെ ഇപ്പം മനസ്സിലായില്ലേന്ന് ചോദിക്കുക. പണം മാത്രം എറിഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇവിടെ പോലെയുള്ളവരുടെയൊക്കെ വക്കാലത്ത് പിടിക്കാതെ ഇരിക്കുന്നത് തന്നെയാണ് നല്ലത്. പല സമയത്തും പലതും പറയുകയും മാറി ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നവളാണ്. നിങ്ങൾ ഓർത്ത് എന്താ, ഞാൻ നന്ദുവിനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് അനിയെ തള്ളി പറയുമെന്നോ? ഈ കേസിൽ നിങ്ങളെ ജയിപ്പിക്കുമെന്നോ? ഞങ്ങൾ ഒന്നാം തരം ഫ്രണ്ട്സാണ്, ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ചതിയും വഞ്ചനയൊന്നും ഞങ്ങൾക്കാർക്കും ഇല്ല എന്ന് പറയാം. അങ്ങനെ തോറ്റു തുന്നമ്പാടി അവർ പോവാണ്. അനിയും നന്ദുവും നവീനും ഒക്കെ നല്ല സന്തോഷമായിട്ട് എത്തുക. അപ്പോൾ ഇത് അനന്തപുരിയിൽ അറിയുകയാണ്. അനന്തപുരിയിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. ഡിവോഴ്സ് കിട്ടിയല്ലോ എന്നുള്ള കാര്യം അറിയുമ്പോഴേക്കും എല്ലാവർക്കും സന്തോഷമാവുകയാണ്. അങ്ങനെ ജാനകിയുടെ അടുത്ത് ചെന്ന് ജാനകിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ജാനകി വന്നിട്ട് പറയാണ്, എനിക്ക് ഭയങ്കര സന്തോഷമായി, ഡിവോഴ്സ് കിട്ടിയല്ലോ, എനിക്ക് അവളിൽ നിന്നൊക്കെ മോചനം കിട്ടി, ഇനി എത്രയും പെട്ടെന്ന് അവന്തിക മോളുമായിട്ടുള്ള അനിയുടെ വിവാഹം നടത്തണം എന്ന് പറയാം. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് നീ അങ്ങ് തീരുമാനിച്ചാൽ പോലല്ലോ, അനി ഇപ്പോഴും മനസ്സുകൊണ്ട് അതിന് പ്രാപ്തനായിട്ടൊന്നുമില്ല എന്ന് പറയുമ്പം ഉടനെ ജാനകി പറയാം, ഇല്ല, അവൻ്റെ പ്രാപ്തിയൊന്നും ഇനി നോക്കണ്ട, കാരണം അനാമികയുമായിട്ടുള്ള ഡിവോഴ്സ് കിട്ടുക എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും വലിയ തടസ്സം. അത് ഇപ്പോൾ കിട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഉടനെ അവന്തികയുമായിട്ടുള്ള വിവാഹം നടത്താമെന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശൻ സമ്മതിക്കുന്നില്ല. നയനെ ഉടനെ പറയുന്നുണ്ട്, ഇളയമ്മ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട കാര്യമില്ല, കാരണം അനി ഇപ്പോഴും ആദർശേട്ടനോടും എന്നോടും ഒക്കെ അതിനെക്കുറിച്ച് സംസാരിച്ചു. നന്ദുവുമായിട്ടുള്ള ബന്ധമല്ല അവന് വലുത്, അവന്തികയുമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ച് അവൻ ചിന്തിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെ അവൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുക. അപ്പോൾ ജാനകി അങ്ങോട്ട് ചീറ്റിക്കൊണ്ട് ചെല്ലുകയാണ് നയനയുടെ നേരെ. എന്നിട്ട് പറയുന്നുണ്ട്, എന്താടി നീ പറഞ്ഞത്? നിനക്ക് നിന്റെ അനിയത്തിയെ കൊണ്ട് അവനെ വീണ്ടും കല്യാണം കഴിപ്പിക്കാനായിരിക്കും. ഇപ്പോഴും അവൻ നന്ദു എന്ന് തന്നെ പറഞ്ഞാൽ നടക്കുന്നത്. എങ്ങനെയെങ്കിലും കനകയ്ക്കും ഗോവിന്ദനും നിനക്കും ഒക്കെ കൂടി അവളെ കൂടി ഈ വീട്ടിലേക്ക് കയറ്റി വിടണം. അതിന് വേണ്ടിയിട്ടല്ലേ ഈ കളിക്കുന്നതെന്ന് എന്നും പറയുന്ന പല്ലവി തന്നെ പറയുക. അപ്പോൾ നയന പറയുന്നുണ്ട്, ദേ ഇളയമ്മ എന്നും ഇത് തന്നെയാണ് പറയുന്നത്, ഇനി ഇത് സംസാരിക്കേണ്ട കാര്യമില്ല, നന്ദുവിനെ ഇങ്ങോട്ട് വിവാഹം കഴിച്ച് വിടാൻ ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല, എൻ്റെ അച്ഛനും അമ്മയൊക്കെ അതിന് നല്ല എതിരാന്ന് പറയാണ്. അപ്പോഴേക്കും പറയാം, പിന്നെ എതിരാന്ന് പറഞ്ഞിട്ട് ഇപ്പം സമയമാകുമ്പം കണ്ടോണം അവനെ അവളെ മകളീന്ന് പറയുകയും ചെയ്യും,
ഇങ്ങോട്ട് അവളെ വിവാഹം കഴിച്ച് വിടുകയും ചെയ്യുമെന്ന് പറയാം. അപ്പം നയന പറയാം, അതിനിപ്പോൾ എന്താ, ഇതേ ഇത്രയും നാൾ നന്ദുവും അനിയും കൂടെ ഒന്നിക്കുന്നതിൽ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. അത് നടക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, രണ്ടുപേരെയും ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുടുംബത്തിൻ്റെയും എൻ്റെ വീട്ടുകാരുടെയും വിഷമം ഓർത്തിട്ട് എൻ്റെ വീട്ടുകാർ ഇവിടെ വന്ന് നാണം കെടരുതല്ലോ എന്ന് ആലോചിച്ചിട്ട്, അതുപോലെ ഇവിടെ അങ്ങനെ ഒരു ബന്ധം ആർക്കും താല്പര്യമില്ലാത്ത സ്ഥിതിക്ക്, ഇളമയൊക്കെ ഇഷ്ടപ്പെടാത്ത സ്ഥിതിക്ക് അത് നടത്തണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇപ്പം ഞാൻ മനസ്സിൽ നിന്ന് തന്നെ പറയുകയാണ്, ഇനി അനിയനും അതും കൂടെ തമ്മിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ വിവാഹം തന്നെ നടക്കണം, അതിലെനിക്ക് താല്പര്യമേ ഉള്ളെന്ന് പറയാം. അത് കേൾക്കുമ്പോൾ ജാനകി അങ്ങ് ഉറഞ്ഞതുള്ളൂ, നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജലജ അവിടെ ഉണ്ട് കേട്ടോ. ജലജയാണെങ്കിൽ അന്നേരം പറയാം, പിന്നെ നീയല്ലേ തീരുമാനിക്കുന്നത്, എൻ്റെ മോളുടെ വിവാഹം നടക്കേണ്ട സമയത്ത് നടക്കും, അനിയായിട്ടെങ്കിൽ അങ്ങനെ, അത് തടയാൻ ആരും വരണ്ടെന്ന് പറയാണ്. ഇവളുടെയൊക്കെ ചിന്ത എന്താണെന്ന് മനസ്സിലായില്ലേ ജാനകി, ഇതൊക്കെയാണ് ഇവളുടെയൊക്കെ ചിന്ത എന്ന് പറയുമ്പം ഉടനെ നയനയും ആദർശം കൂടെ അവിടെ നിൽക്കുകയാണല്ലോ. അപ്പം നയന പറയാം, അതേ അപ്പച്ചി കൂടുതലൊന്നും സംസാരിക്കണ്ട, അപ്പച്ചിയെ കുറിച്ചിട്ടുള്ള പല വിവരങ്ങളും ഞങ്ങൾ അറിഞ്ഞതാണ്, അതൊക്കെ ഇവിടെ വിളംബരം ചെയ്യണ്ടെങ്കിൽ അപ്പച്ചി മിണ്ടാതിരുന്നോണെന്ന് പറയണം. അപ്പോഴേക്കും ജലജ പറയാം, എന്ത് വിവരാടി നീ എന്നെക്കുറിച്ച് അറിഞ്ഞത് എന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അപ്പച്ചി നാഗേന്ദ്രനും അപ്പച്ചിയും തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു, കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആരും പറയാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, മുത്തശ്ശനും അതുപോലെ അപ്പച്ചിക്കും വേറെ ചിലർക്ക് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതും എന്താണെന്ന് ഞങ്ങൾ കണ്ടെത്തുകയും എല്ലാവരുടെയും മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഒരാളെ ചതിച്ചും വഞ്ചിച്ചും ഒന്നും ജീവിച്ചിട്ട് കാര്യമില്ല അപ്പച്ചി. അപ്പച്ചി തന്നെയാണ് അഭിക്കും അവന്തികയ്ക്കും അച്ഛനെ ഇല്ലാതാക്കിയത്, അവരുടെ അച്ഛനെ അവരിൽ നിന്ന് അകറ്റിയത്. ഇപ്പോൾ കോടീശ്വരനായിട്ട് അങ്ങേര് തിരിച്ചു വന്നപ്പോഴല്ലേ അഭി കൂടെ കൂടിയത്. അവന് ഒരു ചതിയൻ തന്നെയാണ്, ആ നാഗി തന്നെ അവൻ ചതിക്കും. അതല്ലേ ഇപ്പോൾ അപ്പച്ചിയുടെയും അഭിയുടെയൊക്കെ ചിന്ത എന്ന് ചോദിക്കാം. അപ്പം ജലജയ്ക്ക് അങ്ങ് ദേഷ്യം വരിക, ജലജ അങ്ങ് ഉറഞ്ഞു തുള്ളുക. ജലജ പറയുക, നിന്നോടൊക്കെ ഇത് ആരൊക്കെയാണ് പറഞ്ഞത്, എൻ്റെ ഭൂതകാലം ചെകഞ്ഞു പോകാൻ നിന്നോടൊക്കെ ആരാ പറഞ്ഞതെന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ആരും പറഞ്ഞില്ല, ഈ വീട്ടിൽ നടന്ന കാര്യമാണ്. നാഗേന്ദ്രനെ കണ്ടപ്പം അയാളുമായിട്ട് സംസാരിച്ചപ്പം അയാളുടെ ചില ശരികളൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ അതെന്താണ് എന്ന് ബാക്കി അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അന്വേഷിച്ചത്, ഇനിയും അന്വേഷിക്കും. എന്തോ വലിയ ചതി ഇവിടെ നടന്നിട്ടുണ്ട്, പലരും അറിയാത്ത ചതി, അതെന്താണെന്ന് പറയാം. ഒരു ചതി ഇവിടെ നടന്നിട്ടില്ല എന്ന് പറയാണ് ജലജ. അപ്പോൾ അഭിയുണ്ട് അവന്തികയുണ്ട്. അപ്പോൾ അവന്തിക അഭിയൊക്കെ ഈ ചതിയുടെ കാര്യമൊക്കെ അന്നേരം ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത്. ഉടനെ തന്നെ അഭി ചോദിക്കുന്നുണ്ട്, എന്താ നീ പറയുന്നത് ആദർശേ, എന്താണെന്ന് വെച്ചാൽ പറ എന്ന് പറയാണ്. അല്ല പറയേണ്ട കാര്യം എന്താണെന്ന് നിനക്ക് നിൻ്റെ അച്ഛനോടും അമ്മയോടും ചോദിക്കാം. അച്ഛൻ്റെ ഒപ്പം ജുവലറിയിൽ അനന്തപുരിക്കാരെ തകർക്കാൻ നീ കുറച്ച് നടന്നതല്ലേ, കുറച്ച് പയറ്റിയതല്ലേ. പക്ഷേ അച്ഛൻ്റെ ഉള്ളിൽ എന്താണെന്ന് നീ അറിഞ്ഞോ, എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ അനന്തപുരിയിലുള്ളവരോടും മൂർത്തി ജ്വല്ലറിയോടും ഈ ശത്രുത വെച്ചുകൊണ്ട് നടന്നേന്നറിയോ. ഇപ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിൽ ആ ശത്രുതയില്ല, അതിന് കാരണം നിൻ്റെ അമ്മ ഒറ്റ ഒരുത്തിയാണെന്ന് പറയണം. അപ്പോൾ അവന്തികയും ചോദിക്കുക, അതിനെക്കുറിച്ചൊന്നും അച്ഛൻ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയാണ്. ഇല്ല, നിങ്ങളോട് പറഞ്ഞിട്ടില്ല, പക്ഷേ ആ മനുഷ്യൻ അത്രയും പക വരാൻ കാരണം നിങ്ങളുടെ അമ്മയാണ്. ആ മനുഷ്യനെ നിങ്ങളിൽ നിന്ന് അകറ്റിയതും നിങ്ങളുടെ അമ്മയാണ്. അതെന്താണെന്ന് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം അഭിക്ക് ദേഷ്യം വരിക. അഭി ഉടനെ ജലജയോട് ചോദിക്കുക, എന്താമേ എന്താ കാര്യം, അച്ഛൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ എന്താ കാര്യം, അമ്മ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതൊന്നും വിശ്വസിക്കാൻ ഇപ്പം ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയാം. അപ്പോൾ ആദർശ ആ ചരിത്രമൊക്കെ അങ്ങോട്ട് പറയണം. ഇന്ന പോലെ ജ്വല്ലറിയിൽ കള്ളത്തരം കാണിച്ചത് നിങ്ങളുടെ അച്ഛനല്ല, ഇവിടെ എല്ലാവരും അറിഞ്ഞു വച്ചിരിക്കുന്ന നാഗേന്ദ്രനാണ് ജ്വല്ലറിയിൽ കള്ളത്തരം കാണിച്ചതെന്നാണ്. പക്ഷെ അതല്ല സത്യം, നിങ്ങളുടെ അമ്മയാണ് കാണിച്ചത്. അമ്മയ്ക്ക് ഇവിടെ വേറെ ചിലരും കൂട്ടും ഒത്താശയൊക്കെ ചെയ്തു കൊടുത്തു. ആ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ആ കാര്യത്തിൽ വ്യക്തത വന്നു കഴിയുമ്പോൾ അഭി അവന്തികയൊക്കെ അപ്പച്ചിയെ ഉപേക്ഷിച്ച് പോയിരിക്കുമെന്ന് പറയണം. അപ്പം ജലജയ്ക്ക് അങ്ങ് ഉള്ളിൽ കൊള്ളുക. ഇനിയിപ്പം സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പം അഭിയും അവന്തികയും കൂടി നാഗേന്ദ്രനൊപ്പം എങ്ങാനും പോയാലോ എന്നോർക്കുമ്പോൾ ജലജയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ. അപ്പോൾ അഭി നേരെ പറയുന്നുണ്ട്, അല്ല അച്ഛൻ അമ്മയോട് ഇപ്പോഴും ദേഷ്യമുണ്ട്, അപ്പോഴേ ഞങ്ങൾക്കറിയാം എന്തൊക്കെയോ സംഗതികളുണ്ട് എന്ന്, അതെന്താണെന്ന് അമ്മ വ്യക്തമാക്കണമെന്ന് പറയാം. അപ്പോൾ ജലജ പറയാം, ഒന്നുമില്ലടാന്ന് പറയാണ്. ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല, ഞാനും അവന്തികയും ഇപ്പം പ്രായപൂർത്തിയായ 2 പേരാണ്. അമ്മ എന്തുകൊണ്ടാണ് അച്ഛനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതെന്ന് ഞങ്ങൾക്കറിയണം. അന്ന് അച്ഛൻ വിളിച്ചപ്പം കൂടെ അമ്മ പോകാതിരുന്നതിൻ്റെ കാര്യം അറിയണം. അമ്മയാണോ അച്ഛനെ ചതിച്ചത്? അങ്ങനെ എന്തെങ്കിലും ചതി അമ്മ ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ? അമ്മ ചെയ്യും, ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പാണെന്ന് അവന്തികയും പറയുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അച്ഛനോടൊപ്പം പോവും, അമ്മ ഇവിടെ ഒറ്റപ്പെടുക തന്നെ ചെയ്യുമെന്ന് പറയാം. അത് ജലജയ്ക്ക് അങ്ങ് കൊള്ളുവാണ്. ജലജയ്ക്ക് പിന്നെ അങ്ങ് വേറൊരു മുഖമാകുക കേട്ടോ. ജലജ തന്നെ മനസ്സിലിങ്ങനെ ഇന്ന് വിചാരിക്കുകയാണ്, ഇതൊരു വല്ലാത്തൊരു കാര്യമായിപ്പോയി, ഈ ആദർശും നയനയും കാരണം ഇങ്ങനൊരു സംഭവം ഉണ്ടായി.
അതുകൊണ്ട് ഇനി അവരെ ഞാൻ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. നയന ഉണ്ടല്ലോ, അവളിപ്പോൾ ഗർഭിണിയാണല്ലോ. അവൾ സുഖപ്രസവം നടത്തി കുഞ്ഞുമായിട്ട് ഇവിടെ ഉല്ലസിച്ച് ജീവിക്കുമെന്നൊന്നും വിചാരിക്കേണ്ട. എൻ്റെ ജീവിതം തകർത്ത ഒറ്റ ഒരെണ്ണത്തിന് ഞാൻ വെറുതെ വിടുകയില്ല. ആ നാഗേന്ദ്രനൊപ്പം നിന്ന് എൻ്റെ മക്കളെ എന്നിൽ നിന്ന് അകറ്റാനാണ് ഇവരുടെയൊക്കെ ശ്രമമെങ്കിൽ ഞാൻ ഇവരെയൊക്കെ തീർക്കുക തന്നെ ചെയ്യും. ജലജയുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് കാണാൻ പോകുന്നേ ഉള്ളൂ എന്നും പറഞ്ഞ് ജലജ ഇരിക്കുക. പിന്നെ ജലജയ്ക്ക് വേറൊരു ഭാവമാണ്. ജലജയ്ക്ക് എല്ലാവരോടും ശത്രുതയാണ്. നമ്മുടെ നവ്യയുണ്ട്, നവ്യയെ കൂടെ ഇല്ലായ്മ ചെയ്യണം എന്ന് ജലജ മനസ്സിൽ വിചാരിക്കുകയാണ്. ഇവളെ ഇനി അധികം ഇവിടെ വാഴിച്ചിട്ട് കാര്യമില്ല. അബിക്ക് ഇങ്ങനെ ഒരു ഭാര്യ വേണ്ട. കോടീശ്വരിയായ ഒരുത്തിയെ വിവാഹം കഴിച്ച് കൊണ്ടുവരണം. ഈ ജലജയ്ക്ക് ഇനിയെങ്കിലും നന്നായിട്ട് ജീവിക്കണം. ഇത്രയും നാൾ ഓരോരുത്തരുടെ അടിമയായിട്ട് ജീവിച്ചു. ഇനി സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി സ്വന്തമായിട്ട് ജീവിക്കണം എന്നൊക്കെ ഉള്ളൊരു വാശി ജലജയ്ക്ക് വരികയാണ്. അങ്ങനെ ജലജ നല്ല രീതിയിൽ ഇതായിട്ട് ദേഷ്യമായിട്ടിരിക്കുക, ഭയങ്കര അങ്ങനെ ഒരു ദിവസം എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ജലജയെ മുത്തശ്ശൻ ചോദ്യം ചെയ്യുന്നുണ്ട്. ജലജയുടെ ഓരോ പ്രവൃത്തികളെ ചോദ്യം ചെയ്യുകയാണ്. ആദർശിനെയും നയനെയും കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. നയനെ മോശമായി നയനെ പറയുകയാണ് കേട്ടോ. നന്ദുവിനെ ഇങ്ങോട്ട് വിവാഹം കഴിച്ച് വിടാനാണെന്നും അതുപോലെ ഈ സ്വത്തുക്കളൊക്കെ കൈയടക്കാൻ വേണ്ടി വന്നവളല്ലേ ദരിദ്രവാസി എന്നൊക്കെ ചോദിക്കുകയൊക്കെയാണ്. അപ്പോൾ അത് ചോദിക്കുന്ന കേൾക്കും മുത്തശ്ശന് ദേഷ്യം വരിക. മുത്തശ്ശൻ പറയുന്നുണ്ട്, ജലജ നീ ഇനി ഒരു വാക്ക് ഇവിടെ മിണ്ടിപ്പോകരുത്, നയനെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറയാം. അപ്പോൾ ജലജയുടെ മുഖം അങ്ങ് വികൃതമായ മുഖം പുറത്തേക്ക് വരിക. ജലജ പറയാണ്, എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും ഇവനെ സ്വസ്ഥമായിട്ട് ഈ അനന്തപുരിയിൽ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ ജീവിതം കുളം തോണ്ടിയിട്ട് നീ ഒന്നും മര്യാദയ്ക്ക് ജീവിക്കില്ല, തീർത്ത് കളയും ജലജ എല്ലാത്തിനെന്ന് പറയാം. അപ്പോഴേക്കും മുത്തശ്ശൻ ചാടി എണീക്കുക. എന്താടി നീ പറഞ്ഞത്? നിന്റെ യഥാർത്ഥ മുഖം ഇപ്പം പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ? നാഗേന്ദ്രൻ തിരിച്ചെത്തിയതോടുകൂടി നിനക്ക് മാറ്റം സംഭവിച്ചു. അന്ന് നീ അവനോട് ചെയ്ത ചതി അതെന്താണെന്ന് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ വെളിപ്പെടുത്തണോ എന്ന് ചോദിക്കുക. ജലജ അപ്പോഴേക്കും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കേട്ടോ. ജലജയുടെ ഉള്ളിൽ മുഴുവൻ ഇനി പകയാണ്. ജലജ ഇനി അനന്തപുരിയിലുള്ള ഓരോരുത്തരോടും പക വീട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്